ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് തന്നെയാണോ ഇരിക്കണത്? ഞാനും ഇവിടെ സുഖമായിട്ടാട്ടോ ഇരിക്കണത്. നമുക്കൊന്ന് കൊല്ലം വരെ പോയിട്ട് വന്നാലോ? കൊല്ലം കണ്ടവനെല്ലാം വേണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ദേ നമ്മളിന്ന് പോകാൻ പോണത് കൊല്ലത്തേക്കാട്ടോ. നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളോട് പറഞ്ഞു 4.25 മണിക്കൂറും കൊണ്ട് നമ്മൾ എത്തുമെന്നൊക്കെ. എവിടെ ഈ ഗൂഗിൾ അമ്മച്ചിയുള്ള ഊടുവഴിയൊക്കെ പറഞ്ഞു തന്ന് ലാസ്റ്റ് ഞങ്ങൾ 5.5 മണിക്കൂർ എടുത്തുകൊണ്ട് എത്താനായിട്ട്. അങ്ങനെ ലാസ്റ്റ് ആ ജഡായുടെ പ്രതിമ മലമുകളിൽ കണ്ട്, പിന്നെ ചടയമംഗലം എന്ന് പറഞ്ഞൊരു ബോർഡും കണ്ടതിനിപ്പോൾ സമാധാനമായെന്നൊക്കെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സ്പോട്ടിലെത്തിയേക്കാണ്. ഈ ജഡായിപ്പാറ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ കുറച്ച് ഗാംഭീര്യമുള്ള സംഭവം ആട്ടോ. രാമായണത്തിലെ വൺ ഓഫ് ദ സ്പോട്ടാന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഐതിഹ്യമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഈ ഒരു പ്രതിമയ്ക്ക് പിന്നെ വേറൊരു സവിശേഷത കൂടിയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പം എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ജഡായിപ്പാറയാണ്. നമ്മുടെ ഇന്ത്യയിൽ കിടക്കുന്ന സംഭവമല്ലേ, നമ്മുടെ കേരളത്തിൽ കിടക്കണതല്ലേ. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങളും ലാസ്റ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് പോകാനായിട്ട് എന്തോരം എമൗണ്ട് നമുക്ക് ചിലവായിട്ടുണ്ട്, അതെല്ലാം ഈ കേബിൾ കാറിൻ്റെ എക്സ്പെൻസ്, പാർക്കിംഗ് ഫീസ്, പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി, അങ്ങനെ എല്ലാം ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, എന്താണ് സംഭവം എന്നൊക്കെ അറിയാമെന്നൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.